ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ. ഇനി ഇവിടെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിവാഹം കഴിക്കാൻ അനുവദിക്കപ്പെടാത്ത സ്ത്രീകൾ ആരൊക്കെയാണ്? വിവാഹം കഴിക്കാൻ പാടില്ലാത്ത, വിവാഹ ബന്ധം എടുക്കാൻ പാടില്ലാത്ത ബന്ധങ്ങൾ 3 തരത്തിലാണ് ഇസ്ലാം അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 1 രക്തബന്ധം, 2 വിവാഹത്തിലൂടെയുള്ള ബന്ധം, 3 മുലകുടി ബന്ധം. ഈ 3 ബന്ധങ്ങളിൽ നിന്ന് വിവാഹം എടുക്കുന്നത്, വിവാഹം കഴിക്കൽ ഇസ്ലാം നിരോധിച്ചിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, حرمت عليكم أمهاتكم وبناتكم وأخواتكم وعماتكم وخالاتكم وبنات الأخ وبنات الأخت وأمهاتكم اللاتي أرضعنكم وأخواتكم من النساء وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن. എന്ന് തുടങ്ങുന്ന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പെണ്ണിനെ നിങ്ങൾ വിവാഹം കഴിച്ചുകൂടാ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ആ ഒരു ഭാഗം കൂടെ അല്പസ്വല്പം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ ബന്ധമെടുക്കുമ്പോൾ നമുക്കത് ശ്രദ്ധിക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ, ഇസ്ലാമിൽ നമുക്കത് വരച്ച് തന്ന് കാട്ടിത്തന്നിട്ടുണ്ട്. എങ്കിലും സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ചില മൂഢന്മാർ, വിഡ്ഢികൾ ഈ ഒരു നിയമം പാലിക്കപ്പെടാറില്ല. പാലിക്കാതെ കണ്ട് ഇസ്ലാമിനെ കരിവാരിത്തേക്കുന്ന തരത്തിൽ അവരുടെ വൈവാഹിക ജീവിതത്തെ അവർ ആഘോഷമാക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമാക്കുകയാണ്, ഹുർരിമത് അലൈക്കും ഉമ്മഹാതുക്കും, നിങ്ങളുടെ മാതാക്കൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ്, നിഷിദ്ധമാണ്. അതെല്ലാവർക്കും സുവിദിതമായ കാര്യമാണല്ലോ. ആരാണ് മാതാവിനെ വിവാഹം കഴിക്കുക? ശരിയായ കാര്യമാണ്. പക്ഷേ നാട്ടിൽ നടപ്പുവശമുണ്ട് ചില സ്ഥലങ്ങളിൽ. നമ്മുടെയൊക്കെ നാട്ടിൽ, നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ ഇല്ല എങ്കിലും പാശ്ചാത്യ നാടുകളിൽ ഇതൊന്നും ഒരു വിഷയമേ അല്ല. പിന്നെ വെളിനാടിനെ അപേക്ഷിച്ചിടത്തോളം ഒന്നും പറയണ്ട. അവിടെയൊക്കെ പോയി പരിചയമുള്ളവർക്കറിയാം അവിടുത്തെയൊക്കെ അവസ്ഥകൾ. അതൊന്നും നമ്മളിപ്പോൾ പരസ്യമായി നമ്മുടെ പല്ലുകുത്തി നമ്മൾ മണപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറേബ്യൻ സംസ്കാരത്തെ മനസ്സിലാക്കിക്കൊണ്ടിറക്കിയ ആയത്തുകളാണ്. ഹുർരിമത് അലൈക്കും ഉമ്മഹാതുക്കും, നിങ്ങളുടെ മാതാക്കൾ, വബനാതുക്കും, നിങ്ങളുടെ പുത്രിമാർ, വബനാതുക്കും, നിങ്ങളുടെ പുത്രിമാർ. അതൊക്കെ സ്വാഭാവികം. നിക്കാഹ് എന്ന പേര് നടക്കുന്നില്ല എങ്കിലും ഹനഫി മദ്ഹബ് അനുസരിച്ച് നിക്കാഹ് എന്ന് പറഞ്ഞാൽ ജിമാഹ് എന്നാണ് അർത്ഥം. ശാരീരികമായി ബന്ധപ്പെടുക എന്നർത്ഥം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇന്ന് പിതാവെന്നോ മകളെന്നോ ഉണ്ടോ? ശ്രദ്ധിക്കാറുണ്ടോ? പിതാവും മകളും ഒരുമിച്ചൊരു മുറിയിൽ കിടക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം വ്യക്തമാക്കി. ആയിപ്പുഴ സംഭവം അതിനൊക്കെ ഒരു ഉദാഹരണമല്ലേ? എത്രയെത്ര സംഭവങ്ങൾ സാംസ്കാരിക ബോധമുള്ള കേരളത്തിൽ തന്നെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ മക്കളെ, പെൺമക്കളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. അതുകൊണ്ട് നമ്മൾ വാപ്പായുടെ ഉത്തരവാദിത്തം 9 വയസ്സ് പ്രായപൂർത്തിയായ 9 വയസ്സ് പ്രായമായ പെണ്ണിനെ വാപ്പയും മകളും തമ്മിൽ ഒരുമിച്ച് ഒരു കട്ടിലിൽ, ഒരു ബെഡിൽ കിടക്കാൻ അനുവദിക്കുന്നില്ല ഇസ്ലാം. അതേപോലെ 9 വയസ്സായ ചെറുക്കന്, ആൺകുട്ടിയെ ഒരു മാതാവിനോടൊപ്പം കിടത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ആ ഭാഗം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇസ്ലാം അതുപോലെ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നു. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ആ ആയത്തിൽ അല്ലാഹു തആല 3 സന്ദർഭങ്ങളിൽ പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ പോലും മാതാവിന്റെയും പിതാവിന്റെയും ബെഡ്റൂമിലേക്ക് അടുപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന താക്കീത് നൽകുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ليستأذنكم الذين ملكت أيمانكم والذين لم يبلغوا الحلم منكم 3 مرات من قبل صلاة الفجر وحين تضعون ثيابكم من الظهيرة ومن بعد صلاة العشاء 3 عورات لكم
യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ലിയസ്തഅദിൻകുമുല്ലദീന മലക്കത് ഐമാനുക്കും, നിങ്ങളുടെ വലത് കരങ്ങൾ സ്വന്തമാക്കിയ നിങ്ങളുടെ അടിമ സ്ത്രീകളും, വല്ലദീന ലം യബ്ലുഗുൽ ഹുൽമ, നിങ്ങളിൽ പ്രായപൂർത്തിയെത്താത്ത നിങ്ങളുടെ കുഞ്ഞുമക്കളും നിങ്ങളുടെ മക്കളും, വല്ലദീന ലം യബ്ലുഗുൽ ഹുൽമ മിൻകും സലാസ മർറാത്ത്, നിങ്ങളിൽ നിന്ന് 3 സന്ദർഭങ്ങളിൽ നിങ്ങളുടെ മുറിയിലേക്ക് പ്രവേശിക്കാൻ അവർ അനുവാദം ചോദിച്ചു കൊള്ളട്ടെ. മാതാപിതാക്കളോടാണ് താക്കീത്. മാതാവേ, പിതാവേ, ഇസ്ലാമിക നാഗരികതയും ഇസ്ലാമിക സംസ്കാരവും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. വെറുതെയാണോ പെൺമക്കളെ വിവാഹം കഴിക്കരുത് എന്ന് പറയാനുള്ള കാരണം? ഇനിയുള്ള യുഗങ്ങളെല്ലാം സൂക്ഷിക്കേണ്ട യുഗങ്ങളാണ്. ഒരു പിതാവിനോടൊപ്പം ഒരു പ്രായപൂർത്തിയെത്തിയ മകളെ പോലും അയക്കാൻ പറ്റാത്ത കാലഘട്ടമാണ്. പിതാവിനോടൊപ്പം ഒരു മകളെ ഒറ്റയ്ക്ക് മുറിയിൽ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിൽ സംജാതമായി കൊണ്ടിരിക്കുന്നതെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമാക്കി തരികയാണ്, പ്രായപൂർത്തിയെത്താത്ത നിങ്ങളുടെ മക്കളുണ്ടല്ലോ, ആ മക്കളെയും നിങ്ങളുടെ അടിമ സ്ത്രീകളെയും നിങ്ങളുടെ കൈകൾ സ്വന്തമാക്കിയിരിക്കുന്ന നിങ്ങളുടെ അടിമകളെയും നിങ്ങളുടെ മുറിയിലേക്ക് കടന്നു വരാൻ നിങ്ങൾ അനുവാദം ചോദിച്ചു കൊള്ളട്ടെ. 3 സന്ദർഭങ്ങളിൽ. സുബഹിക്ക് മുമ്പുള്ള സമയം നിന്റെ മുറിയിലേക്ക് നിന്റെ നിന്റെ മക്കൾ കടന്നു വരുമ്പോൾ നീ ശ്രദ്ധിക്കണം. മാതാവിന്റെയും പിതാവിന്റെയും ബോധം കെട്ടുകിടക്കുന്ന സമയമാണ്. ഔറത്ത് മാറിക്കിടക്കാൻ അതൊരു കാരണമായേക്കാം. മാതാപിതാക്കൾ ലക്കും ലഗാനുമില്ലാതെ കിടന്നുറങ്ങുമ്പോൾ അവരുടെ ചാരത്തങ്ങാനും മക്കളടുത്ത മുറിയിൽ നിന്ന് ഓടി വന്നാൽ മക്കൾക്ക് വല്ലാത്ത ശങ്കയായി പോകും. അതുകൊണ്ട് സുബഹിക്ക് മുമ്പുള്ള സമയം മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ. മധ്യാഹ്ന സമയത്ത് റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി മാതാക്കളെ, പിതാക്കളെ, നിങ്ങൾ മക്കളില്ലാത്ത സമയത്ത് വീട്ടിൽ കിടന്നുറങ്ങിയേക്കാം. മക്കൾ സ്കൂളിൽ പോയിരിക്കുന്നു എന്ന ധാരണ നിങ്ങളിൽ ഉണ്ടാകും. പക്ഷേ മക്കൾ ഏത് സമയത്തും സ്കൂൾ വിട്ടു വരാം. നിങ്ങളുടെ ബെഡ്റൂമിലേക്കാണ് അവർ ഓടിയെത്തുക. ആ സന്ദർഭത്തിൽ മാതാവിന്റെയും പിതാവിന്റെയും ഔറത്തിന്റെ ഭാഗം തുറന്നു കിടന്നാൽ അത് ലജ്ജയാണ്. അതുകൊണ്ട് ആ സന്ദർഭവും നിങ്ങൾ ശ്രദ്ധിക്കണേ. വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, ഇശാ നമസ്കാരത്തിന് ശേഷം ആഹാരമൊക്കെ കൊടുത്ത് കുട്ടികളെ നിങ്ങൾ അടുത്ത മുറിയിൽ കിടത്തിയിട്ട് വേണം. മാതാവേ, പിതാവേ, ഭാര്യ, ഭർത്താവ് അടുത്ത മുറിയിൽ, അവരുടെ സെപ്പറേറ്റ് മുറിയിൽ, അവരുടെ പ്രൈവറ്റ് റൂമിൽ അവർ പ്രവേശിക്കാൻ. അല്ലാഹു തആല ഈ 3 സന്ദർഭങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഔറത്തിന്റെ സമയമാണെന്നായത്. ഇത് ഔറത്തിന്റെ സമയമാണ്. ഈ 3 സമയം ഔറത്തിന്റെ സമയമാണ്. അതുകൊണ്ട് ഈ 3 സന്ദർഭങ്ങളിൽ പിതാക്കളെ, മാതാക്കളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. തിരിച്ചറിവ് ബോധമൊക്കെ ഉള്ള കുട്ടികൾ, ഇനി പാല് കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ ഒന്നുമല്ല, ഇനി അതിനെടുത്ത് അപ്പുറത്ത് മുറി കൊണ്ട് കടത്തിയിട്ട് നിങ്ങൾ ഇപ്പുറത്തുനിന്ന് കിടക്കല്ലേ. അപ്പൊ ഇന്ന് കുട്ടികളെന്നൊക്കെ പറഞ്ഞ ഇച്ചിരി തിരിച്ചറിവും ബോധമൊക്കെ ആണല്ലോ. ഇന്ന് വാപ്പ ചുമ്മാതെ ഒരു തോർത്ത് കൊടുത്തോണ്ട് നിന്ന് നോക്ക്, ഒരു മുണ്ട് എടുത്തോണ്ട്, വെറുതെ മുണ്ട് എടുത്തോണ്ട് നോക്ക്, ബർമൂട ഇട്ടോണ്ട് നോക്ക്, കുട്ടികൾ കളിയാക്കും. 4 വയസ്സുള്ള, 3 വയസ്സുള്ള, 5 വയസ്സുള്ള കുട്ടികൾക്ക് തന്നെ ഇപ്പോഴേ ബോധമായി പോയി. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ അടുത്ത് നിൽക്കുമ്പോ വാപ്പായോ ഉമ്മായോ ഒരു കുസൃതി കാണിക്കാനും പാടില്ല, ഒരു രഹസ്യം പറയാനും പാടില്ല. പരസ്യമായിട്ട് ഇവര് പോയി പറയും ജനങ്ങളുടെ മുന്നിൽ, അറിയില്ലല്ലോ അവർക്ക്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 3 സമയവും ഔറത്തിന്റെ സമയങ്ങളാണ്. അപ്പോൾ ബഹുമാനമുള്ളവരെ, അല്ലാഹു തആല പറയുന്നു, നിങ്ങൾക്ക് നിഷിദ്ധമായ വിവാഹം. വബനാതുകും, നിങ്ങളുടെ കുട്ടികൾ, പെൺകുട്ടികൾ. വഅഖവാതുകും, നിങ്ങളുടെ സഹോദരിമാർ. വഅമ്മാതുകും, നിങ്ങളുടെ പിതൃ സഹോദരിമാർ. വഖാലാതുകും, നിങ്ങളുടെ മാതൃ സഹോദരിമാർ. ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വഖവാത്തുക്കും വഅമ്മാത്തുക്കും വഖാലാത്തുക്കും വബനാത്തുൽ അഖി വബനാത്തുൽ ഉഖ്ത്. ബനാത്തുൽ അഖി വബനാത്തുൽ ഉഖ്തി, സഹോദരിമാരുടെ മക്കളും സഹോദരന്മാരുടെ മക്കളും. ഇത് രക്തബന്ധമാണ്. ഇത്രയും കാര്യം രക്തബന്ധത്തിൽപ്പെട്ടതാണ്. ഇവരെ നിങ്ങളെ വിവാഹം കഴിക്കൽ അനുവദനീയമല്ല.
വിവാഹ ബന്ധത്തിൽ നിന്ന് ബന്ധമെടുക്കൽ. അല്ലാഹു തആല പറയുന്നു, വലാ തൻകിഹൂ മാ നകഹ ആബാഉകും മിനൻ നിസാഇ ഇല്ലാ മാ ഖദ് സലഫ്. മുമ്പ് നടന്നു പോയതുപോലെ നിങ്ങളുടെ പിതാക്കൾ വിവാഹം കഴിച്ചവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. ഇന്നും GCCയിലൊക്കെ പോയി നോക്കിയാല് 80-90 വയസ്സുള്ളവർക്ക് വിവാഹം കഴിക്കുന്ന 18ന്റെ പെണ്ണിനെ ആയിരിക്കും. അപ്പൊ അവര് മരിച്ചു പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വേറെ ഉമ്മയിലുള്ള ഭാര്യയിലുള്ള കുട്ടികൾ കാണും. അപ്പൊ ആ കുട്ടിയും ഈ പെണ്ണുമായിട്ട് നോക്കുമ്പോൾ ഒരു ഭാര്യ ഭർത്താവിന്റെ സ്ഥാനമേ കാണുള്ളൂ. പക്ഷെ അവളെ വിവാഹം കഴിക്കൽ ഹറാമാണ്, തന്റെ വാപ്പയുടെ ഭാര്യയാണ്. ولا تنكحوا ما نكح آباؤكم من النساء. നിങ്ങളുടെ വാപ്പാമാര് പിതാക്കന്മാര് വിവാഹം കഴിച്ച സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കല്ലേ. വഹലായിലു അബ്നായിക്കും, നിങ്ങളുടെ പുത്രന്മാരുടെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. വളർത്തു പുത്രന്മാരുടെ ഭാര്യമാരെ വിവാഹം കഴിക്കാം, അതല്ലാതെ നിങ്ങളുടെ സ്വന്തം പുത്രന്മാരുടെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. വഉമ്മഹാതു നിസാഇക്കും, നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മമാരെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. ഭാര്യമാരുടെ ഉമ്മയെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ ഉമ്മ നിന്റെ ഉമ്മയുടെ സ്ഥാനം പോലെയാണ്. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ സവിധത്തിൽ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. അദ്ദേഹം ഒരു വിവാഹം കഴിച്ചു. ആ മനുഷ്യൻ വിവാഹം കഴിച്ചു. അദ്ദേഹം ആ സ്ത്രീയുമായി ശാരീരിക ബന്ധം പുലർത്തുന്നതിന് മുമ്പ് തന്നെ ആ പെണ്ണിന്റെ മാതാവിനെ അദ്ദേഹം കാണാനിടയായി. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ ഒരു രോഗം പടർന്നതുപോലെ സ്വന്തം ഭാര്യയേക്കാൾ ആ ഭാര്യയുടെ മാതാവിനെ അദ്ദേഹത്തിന് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം ഇഷ്ടപ്പെട്ടു. ഈ പെണ്ണിനെ ഒഴിവാക്കിയിട്ട് ഈ പെണ്ണിന്റെ മാതാവിനെ വിവാഹം കഴിച്ചാൽ കൊള്ളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരോധിച്ചുകൊണ്ട് ഈ ആയത്ത് ഓതി കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിന്റെ പെണ്ണിന്റെ ഭാര്യ, നിന്റെ പെണ്ണിന്റെ മാതാവ് നിന്റെ മാതാവിന് തുല്യമാണ്. നീ ആ പെണ്ണുമായി ബന്ധപ്പെട്ടാലും ബന്ധപ്പെട്ടില്ലെങ്കിലും ശരി, വിവാഹം കഴിച്ചോ ആ പെണ്ണിന്റെ ഉമ്മ നിനക്ക് ഹറാമാണ്, നിഷിദ്ധമാണ്. വ ഉമ്മഹാതു നിസാഇക്കും, നമ്മൾ സ്വന്തം ഭാര്യയുടെ മാതാക്കൾ അവരെ വിവാഹം കഴിക്കൽ ഹറാമാണ്. ഇന്ന് സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ നാട്ടിൽ എന്തൊക്കെ അരാജകത്വങ്ങളാണ് നടക്കുന്നത് ഒന്നും പറയാതിരിക്കൽ തന്നെയാണ് നല്ലത്. മാതാവിന്റെ സ്ഥാനമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ, ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെല്ലാം പേക്കൂത്തുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുന്നു. വ്യക്തമായിട്ട് വിനീതൻ അറിയാവുന്ന പല പല സംഭവങ്ങളും സന്ദർഭങ്ങളും ഒഴിവാക്കി നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുവിൻ. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വൽമുഹ്സനാതു മിനൻ നിസാ, ഭാര്യമാർ ഭർത്താക്കന്മാരുള്ള ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. അതിപ്പോ സ്വാഭാവികമായിട്ട് അങ്ങനെ നടക്കൂലല്ലോ. നടക്കും. കല്യാണം കഴിച്ചിട്ട് 7-8 വർഷമായി ഇവിടുന്ന് ഗൾഫിൽ പോയി, അല്ലെങ്കിൽ ഇവിടുന്ന് നാട് വിട്ടുപോയി, വയനാട്ടിൽ പോയതാന്നൊക്കെ പറയുന്നു. ഒരു ബന്ധവുമില്ല, എഴുത്തുമില്ല, ഫോണുമില്ല, പൈസയുമില്ല, ഒന്നുമില്ല. എന്താണെന്നറിയില്ല. 7-8 വർഷം ഞാനിങ്ങനെ നോക്കിയിരുന്നു. ഞാനിനി എന്ത് ചെയ്യാനാണ്? ഒരു വിവരവുമില്ല. ഒന്നുകിൽ നീ ഫസഖ് ചെയ്യണം, അല്ലെങ്കിൽ ഖുൽഉ ചെയ്യണം, ഇല്ലെങ്കിൽ അദ്ദേഹം നിന്നെ തലാഖ് ചൊല്ലണം. അദ്ദേഹം ഇങ്ങനെ മറഞ്ഞുപോയി. എന്താ ഒരു പിടുത്തവും കിട്ടുന്നില്ലെങ്കിൽ അതിന് ഇസ്ലാമിക വ്യവസ്ഥയിൽ നിനക്ക് അതിന് പരിഹാരം കാണാൻ കഴിയും. ഇസ്ലാമിക പണ്ഡിതന്മാരുമായി, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുമായി, ഖാളിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് പരിഹാരം കണ്ടിട്ട് മാത്രമേ മറ്റൊരു വിവാഹത്തിലേക്ക് നീ തയ്യാറെടുക്കാവൂ. അല്ല എങ്കിൽ നീ ഒരു ഭർത്താവിന്റെ ഭാര്യയാണ്, ഒരു ചെറുക്കന്റെ ഭാര്യയാണ്. ഒരു കാരണവശാലും നീ ഫസഖ് ചെയ്യാതെ, അവൻ നിന്നെ ഒഴിവാക്കാതെ മറ്റൊരു വിവാഹത്തിലേക്ക് നീ കടക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ, സഹോദരന്മാരെ. ഭർത്താക്കന്മാരൊക്കെ നാട് വിട്ടുപോയി വർഷങ്ങളായി, ഒരു വിവരവുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട്, അതൊരു വിവരമില്ലല്ലോ, അപ്പൊ ഫസഖം ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല, നമ്മൾ അടുത്തൊരു വിവാഹത്തിന് വേണ്ടി തയ്യാറാകുന്നു. അത് പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ, ഇസ്ലാം നമ്മെ തെரியപ്പെടുത്തുകയാണ്.
അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യുജ്മഉ ബൈനൽ മർഅതി വഅമ്മതിഹാ വബൈനൽ മർഅതി വഖാലതിഹാ. ഒരു പെണ്ണിനെയും ആ പെണ്ണിന്റെ മാതൃ സഹോദരിയെയും വിവാഹം കഴിക്കാൻ പാടില്ല. ഒരു പെണ്ണിനെയും അവളുടെ പിതൃ സഹോദരിയെയും വിവാഹം കഴിക്കാൻ പാടില്ല. രണ്ടും കൂടെ യോജിപ്പിച്ച് രണ്ടും കൂടെ ഒരുമിച്ച് വിവാഹം കഴിക്കാൻ പാടില്ല. പെണ്ണിന്റെ മാമി, അതല്ലെങ്കിൽ പെണ്ണിന്റെ കൊച്ചുമ്മ, ഇങ്ങനെ രണ്ടുപേരെയും നിങ്ങൾ ഒരുമിച്ച് വിവാഹം കഴിക്കരുത്. രണ്ട് സഹോദരിമാരെ ഒരുമിച്ച് നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. രണ്ട് സഹോദരിമാർ ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. ഒരു കൂസലില്ലാതെ മുസ്ലിം സഹോദരങ്ങൾ രണ്ട് ഭാര്യമാര്, ആരാണ് സഹോദരിമാരെ ഭാര്യമാരാക്കി ഒരുമിച്ച് കൊണ്ടുപോകുന്നു. ഇത് കാരണ സംസ്കാരമായിരുന്നു. ഇതിനെ ഇസ്ലാം നിരോധിച്ച കാര്യമാണ്. അവിടെ നടക്കുന്നത് ഹറാമാണ്, നിഷിദ്ധമാണ്, വ്യഭിചാരമാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിച്ച് സ്വർഗം പുൽകാൻ വേണ്ടി പരിശ്രമിക്കുവിൻ. ഇസ്ലാം അതാണ് പഠിപ്പിക്കുന്നത്. രണ്ട് സഹോദരിമാരെ ഒരുമിച്ച് നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. ആദ്യം ഒരു സഹോദരി വിവാഹം കഴിച്ചു, അവൾ മരിച്ചുപോയി. പിന്നെ അവളുടെ കുടുംബത്തിൽ നിന്ന് അവളുടെ അനിയത്തിയെ വിവാഹം കഴിക്കാൻ കുഴപ്പമില്ല. മറിച്ച് രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് വെക്കാന്ന് പറഞ്ഞാല് അത് നിഷിദ്ധമാണ്. ഇതും കഴിഞ്ഞുപോയ ചരിത്രങ്ങളാണ്. അത് അനുവദിക്കപ്പെട്ട കാര്യമല്ലാതെ നിഷിദ്ധമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളെ അറിയിക്കുകയാണ്. وَرَبَائِبُكُمُ اللَّاتِي فِي حُجُورِكُمْ مِن نِّسَائِكُمُ اللَّاتِي دَخَلْتُم بِهِنَّ. നിന്റെ ഭാര്യ, നിനക്ക് നിലവിലൊരു ഭാര്യ ഉണ്ടായിരുന്നു, ആ ഭാര്യ മരിച്ചുപോയി. പിന്നീട് നീ ഒരു വിധവയെ വിവാഹം കഴിച്ചു. ആ പെണ്ണിൽ, ആ വിധവയിൽ മറ്റൊരു കുട്ടിയുണ്ട്, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുണ്ട്. നിന്റെ സംരക്ഷണയിൽ വളരുന്ന ആ പെണ്ണിനെ നീ വിവാഹം കഴിക്കൽ നിഷിദ്ധമാണ്. മറ്റൊരാളുടെ കുട്ടിയാണത്. പക്ഷേ ആ പെണ്ണിനെ നീ നിന്റെ ഭാര്യയാക്കി മാറ്റി. ആ പെണ്ണിലൂടെ നിനക്കൊരു കുട്ടി, നിന്റെ വളർത്തുപുത്രിയുടെ സ്ഥാനമാണത്. നിന്റെ കീഴിൽ നിന്റെ ചെലവിൽ കഴിയുന്ന ആ പെൺകുട്ടിയെ നിനക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. വറബായിബുകും അല്ലാത്തി ഫീ ഹുജൂരിക്കും മിൻ നിസായിക്കും അല്ലാത്തി ദഖൽതും ബിഹിൻ. നിന്റെ സംരക്ഷണയിൽ വളരുന്ന പെണ്ണ്. അപ്പോൾ നീ വിധവയെ വിവാഹം കഴിച്ചു. ആ വിവാഹിതയുമായി നീ ശാരീരിക ബന്ധം പുലർത്തി. അവളിൽ നേരത്തെ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെയും ഈ പെണ്ണിനെയും രണ്ടുപേരെയും കൂടെ യോജിക്കാൻ പാടില്ല, നിഷിദ്ധമാണത്. അപ്പോൾ വിവാഹബന്ധം വെച്ച് പരിശോധിച്ചാൽ നിഷിദ്ധമാകുന്ന കല്യാണങ്ങൾ ഇതൊക്കെയാണ്. ഇനി മൂന്നാമതായി ഇസ്ലാം പഠിപ്പിക്കുന്നു മുലകുടി ബന്ധത്തിലൂടെ നിഷിദ്ധമായ വിവാഹം. وأمهاتكم اللاتي أرضعنكم وأخواتكم من الرضاعة. നിനക്ക് മുല തന്ന നിന്റെ മാതാക്കൾ എന്ന് പറയുമ്പോൾ പ്രസവിച്ചിട്ടില്ല, പാല് തന്നു. പ്രസവിച്ച ഉടനെ നിന്റെ ഉമ്മ മരണപ്പെട്ടു പോയി എന്നിരിക്കട്ടെ, നിനക്ക് 2 വയസ്സ് വരെ അയൽവക്കത്തുള്ള ഒരു പെണ്ണാണ് നിനക്ക് പാല് തന്നത്. നീ വളർന്ന് വലുതായി കണ്ണൊക്കെ വെച്ചപ്പോൾ നിനക്ക് പാല് തന്ന തള്ള നിന്നെക്കാളും ചെറുപ്പക്കാരിയെ പോലെ നിനക്ക് തോന്നിയേക്കാം. പക്ഷെ ആ പെണ്ണിനെ നീ വിവാഹം കഴിക്കാൻ പാടില്ല. നിന്റെ ഉമ്മയുടെ സ്ഥാനമാണത്. ഒരു പെണ്ണിൽ നിന്ന് ഒരു സഹോദരനും ഒരു സഹോദരിയും ഒരുമിച്ച് പാല് കുടിച്ചു. ഒരു മാതാവിൽ നിന്ന് അയൽവക്കത്തുള്ള ഒരു സഹോദരൻ മരണപ്പെട്ടുപോയി. ആ സഹോദരന്റെ ആൺകുട്ടിയും തൊട്ടിപ്പുറത്ത് ഭാഗത്തുള്ള ഒരു വീട്ടിലെ സഹോദരൻ മരണപ്പെട്ടുപോയി. ആ സഹോദരന്റെ പെൺകുട്ടിയും ഇവരുടെ രണ്ടുപേരുടെയും നടുവിൽ താമസിക്കുന്ന വീട്ടിലെ ഒരു മാതാവിന്റെ പാല് കുടിച്ച് വളർന്ന സഹോദരനും സഹോദരിയുമാണ്. വാപ്പ വേറെ ഉമ്മ വേറെ, രണ്ടുപേരുടെയും വാപ്പ വേറെ ഉമ്മ വേറെ. പക്ഷെ രണ്ടുപേരും വന്ന് പാല് കുടിച്ചത് ഒരു സ്ഥലത്താണ്. ഈ രണ്ടുപേരും സഹോദരിമാരും സഹോദരന്മാരുമാണ്. അപ്പോൾ ഈ പെണ്ണിനെ ഈ ചെറുക്കൻ വിവാഹം കഴിക്കാൻ പാടില്ല. അത് മുലകുടി ബന്ധമാണത്.
വാപ്പ വേറെ, പിതാവ് വേറെ, ഉമ്മ വേറെ, ശരി തന്നെ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരു ഉമ്മയിൽ നിന്ന് പാല് കുടിച്ചുവെങ്കിൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കൽ നിഷിദ്ധമാണ്. വിശപ്പിനാണല്ലോ പാല് കുടിക്കുക. ശാഫിഈ മദ്ഹബ് അനുസരിച്ച് 2 വയസ്സ് വരെയാണ് ഇതിന്റെ കാലാവധി. 2 വയസ്സിന് ശേഷം പിന്നെ പാല് കുടിച്ചത് പരിഗണിക്കപ്പെടുകയില്ല. ഹനഫി മദ്ഹബ് അനുസരിച്ച് 2.5 വയസ്സ് വരെയാണ് ഇതിന് പരിധി. ഈ 2.5 വയസ്സ് കഴിഞ്ഞ് പാല് കുടിച്ചാൽ പിന്നീട് നമ്മൾ പരിഗണിക്കപ്പെടുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ പാല് കുടിക്കുക എന്നുള്ളത് വിശപ്പ് മാറ്റാനാണ്. 2 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് കുട്ടി മറ്റു പലഹാരങ്ങളൊക്കെ തിന്നാൻ കഴിയും, അങ്ങനെ അത് വളർന്നു വരും. അതുകൊണ്ട് 2 വയസ്സിന് ശേഷം ഏതെങ്കിലും ഒരു മാതാവിന്റെ പാല് കുടിച്ചാൽ അത് നിഷിദ്ധമാവുകയില്ല എന്ന് ഇവിടെ ഫുഖഹാക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ولا تنكحوا المشركات حتى يؤمن. കോളേജ് ക്യാമ്പസിൽ നിന്ന് അടിച്ചുകൊണ്ട് പോകുന്ന ചെറുപ്പക്കാരാ, ഹൈന്ദവ സ്ത്രീയെയോ ക്രൈസ്തവ പെണ്ണിനെയോ നീ സ്നേഹിച്ചുകൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ തീർച്ചയായും അവൾ വിശ്വാസിനിയാകുന്നത് വരെ നീ അവളെ വിവാഹം കഴിക്കരുത്. ولا تنكحوا المشركات حتى يؤمن. അവൾ മുസ്ലിമാകുന്നത് വരെ, വിശ്വാസിനിയാകുന്നത് വരെ നീ അവളെ വിവാഹം കഴിക്കാൻ പാടില്ല. ഈ നിരോധമൊക്കെ നമ്മുടെ കിടക്കുക. ഇതൊക്കെ ആരെങ്കിലും പാലിക്കപ്പെടാറുണ്ടോ? ഒരു പെണ്ണിനെ നമ്മൾ കൊണ്ടുപോവുക, കല്യാണം കഴിക്കുക, രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി വിവാഹം കഴിക്കുക, അവളെ മുസ്ലിം ആക്കണമെന്നോ ഇസ്ലാമിന്റെ നിയമം പഠിപ്പിക്കണമെന്നോ ഇതൊന്നുമില്ല. കൊണ്ടുപോയി വ്യഭിചാരം കഴിഞ്ഞ് 1 മാസം ഗർഭിണിയായതിനു ശേഷമാണ് പിന്നീട് നാട്ടുകാരൊക്കെ അറിഞ്ഞ് പള്ളിയിൽ കൊണ്ടുവന്ന ഉസ്താദുമായുള്ള ബന്ധം, ഉസ്താദെ ബന്ധപ്പെടുത്തി, ഖാദിയെ ബന്ധപ്പെടുത്തി, പിന്നീട് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. ഈ കുട്ടി, ആ കുഞ്ഞിന്റെ വയറ്റിൽ വളർന്നു വരുന്ന കുട്ടി ഏത് കുട്ടിയായിരിക്കും? ജാരസന്താനം അല്ലേ അത്? പിന്നീട് കൊണ്ടുവന്ന് ഇസ്ലാം മതം സ്വീകരിപ്പിച്ചിട്ട് എന്താ കാര്യം? ആ കുട്ടി ജാരസന്താനമല്ലേ? അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരൻ മുസ്ലിം സഹോദരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചാൽ അവളെ വിശ്വാസത്തിലേക്ക് ആദ്യം നീ നയിക്കണം. അതല്ലാതെ കണ്ട് നീ അവളെ വിവാഹം കഴിക്കരുത്. അതേപോലെ തിരിച്ചും ഒരു മുസ്ലിം സ്ത്രീ ഒരു ഹൈന്ദവ സഹോദരനെ സ്നേഹിച്ചു, ഒരു മുസ്ലിം സ്ത്രീ ഹൈന്ദവ ക്രൈസ്തവ സഹോദരനെ സ്നേഹിച്ചു, നീ അങ്ങോട്ട് സ്വമേധയാ പോയി നിക്കാഹ് ചെയ്ത് അവനെ നിന്റെ കാന്തനാക്കാൻ പാടില്ല, അവനെ നിന്റെ ഭർത്താവാക്കാൻ പാടില്ല. അവൻ മുസ്ലിമാകണം, എന്നാലേ നിന്നെ നിക്കാഹ് സാധുവാവുകയുള്ളൂ. ഇല്ല എങ്കിൽ നിങ്ങൾ നടത്തുന്നത് വ്യഭിചാരമാണ്, അതിന് വലിയ ശിക്ഷയാണ് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ. അതുകൊണ്ട് മുസ്ലിം സഹോദരിമാരെ, നിങ്ങളൊരു അമുസ്ലിം സഹോദരനെ ഇഷ്ടപ്പെട്ടാൽ ആ മുസ്ലിം സഹോദരനെ നിങ്ങൾ മുസ്ലിമാക്കിയിട്ട് മാത്രമേ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുത്താവൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പോൾ ഇത് ഇത്രയും വിവാഹ ബന്ധം ഹറാമായ വിഷയങ്ങളാണ് ഈ പറഞ്ഞു വന്നത്. ഇതല്ലാത്തതൊക്കെ, ഇതിനു ശേഷമുള്ളതെല്ലാം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇനിയൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങ് 1-2 വിട്ടുപോയേക്കാം. അതൊക്കെ ഉലമാക്കളുമായി ചോദിച്ചു പഠിച്ചുകൊള്ളുവിൻ, മനസ്സിലാക്കിക്കൊള്ളുവിൻ. ഈ ഒരു സദസ്സിൽ അത്യാവശ്യമായ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. മൂത്താപ്പ, കൊച്ചാപ്പ, മൂത്തുമ്മ, കൊച്ചുമ്മ ഇവരുടെ പെൺമക്കളെ നിക്കാഹ് കഴിക്കാൻ പാടില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിന്റെ അർത്ഥം അവരെ വിവാഹം കഴിക്കൽ അനുവദനീയമാണ് ഇസ്ലാമിക വ്യവസ്ഥ പ്രകാരം. പക്ഷെ നമ്മുടെ നാട്ടിൽ നടപ്പില്ല. തമിഴ്നാട്ടിലും യുപിയിലും ഗൾഫ് രാജ്യങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങളിലും എല്ലാം ഇന്നത് സുലഭമായി നടക്കുന്നുണ്ട്. കൊച്ചാപ്പയും മൂത്താപ്പയുടെ മക്കളും തമ്മിലുള്ള വിവാഹം, കൊച്ചുമ്മയും മൂത്തുമ്മയും തമ്മിലുള്ള വിവാഹം. ഇന്ന് നമ്മളൊക്കെ അത് പെങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഇല്ല, കൊച്ചുമ്മയുടെ മകളെ മൂത്താപ്പയുടെ മകൻ കാണൽ ഹറാം, മൂത്താപ്പയുടെ മകളെ കൊച്ചാപ്പയുടെ മകൻ കാണൽ ഹറാം, നിഷിദ്ധമാണത്. നമ്മൾ ഏതവസ്ഥയിലാ പെങ്ങളായിട്ട് കണക്കാക്കുക? അത് ഈ പറഞ്ഞ ആയത്തുകളിലോ ഉലമാക്കളുടെ വിവരണത്തിലോ പ്രവാചകന്റെ ഹദീസിലോ ഒന്നും നമുക്കത് കാണാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടു നടപ്പില്ല, ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ജായിസാണ് എന്നർത്ഥം. ശരി, അപ്പോൾ നമ്മൾ കല്യാണം കഴിക്കാൻ പോവുകയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നിക്കാഹിന്റെ വേദിയിലേക്ക് പെണ്ണിന്റെ വാപ്പ വന്നിരിക്കുമ്പോൾ
പെണ്ണിന്റെ ബാപ്പയുടെ കൈക്ക് പിടിച്ചിട്ട് ചെറുക്കൻ കുറെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയാണ്. എന്താണ് ഈ ഉത്തരവാദിത്തങ്ങൾ എന്ന് മനസ്സിലാക്കിയിരുന്നാൽ വൈവാഹിക ജീവിതത്തിൽ ഒരു പൊട്ടിത്തെറിയും ഉണ്ടാവുകയില്ല. വൈവാഹിക ജീവിതത്തിലേക്ക് കടന്ന ദമ്പതികളെ, ഭാര്യമാരെ നിങ്ങൾ പ്രഹരിക്കുമായിരുന്നില്ല, അവളെ നിങ്ങൾ തെറി പറയുമായിരുന്നില്ല. സ്ത്രീധനത്തിന്റെയോ ശാരീരികമായ പീഡനങ്ങളോ കൊണ്ട് അവളെ നിന്റെ ജീവിതത്തിലേക്ക് നീ ആനയിക്കുമായിരുന്നില്ല. ആദ്യമായി നിക്കാഹിന്റെ സദസ്സിൽ വെച്ച് പെണ്ണിന്റെ ബാപ്പയുടെ കൈക്ക് പിടിച്ച് ഉസ്താദന്മാരുടെ നേതൃത്വത്തിൽ, ഖാളിമാരുടെ നേതൃത്വത്തിൽ നിനക്ക് ചൊല്ലിത്തരുന്ന ചില വചനങ്ങളുണ്ടല്ലോ, ആ വചനങ്ങൾ ആരുമായിട്ടുള്ള കരാറാണെന്ന് നീ മനസ്സിലാക്കണം സഹോദരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കരാറെടുക്കുകയാണ്. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ. സ്ത്രീകൾ നിങ്ങളിൽ നിന്ന് സുശക്തമായ കരാറാണ് വാങ്ങുന്നത്, സുശക്തമായ കരാറാണ് വാങ്ങുന്നത്. കളിയല്ല, തമാശയല്ല, വിനോദമല്ല, രസമല്ല. ഇതൊരാനന്ദമല്ല, ഇതൊരു സമയം പോക്കലല്ല, ഇത് അല്ലാഹുവുമായുള്ള സുശക്തമായ കരാറാണ്. ഉസൗവിജുക, തന്റെ പെണ്ണിന്റെ പിതാവ് നിന്റെ മുഖത്ത് നോക്കി കൈക്ക് പിടിച്ച് പറഞ്ഞു തരുന്നു. ഉസൗവിജുക അലാ മാ അമറല്ലാഹു തആല ബി. ഏതൊരു കാര്യം കൊണ്ടാണോ അല്ലാഹു കൽപ്പിച്ചത്, ആ കൽപ്പനയെ സാക്ഷ്യപ്പെടുത്തി മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിനക്കെന്റെ പെണ്ണിനെ വിവാഹം കഴിച്ചു തരികയാണ്. എന്താണ് അല്ലാഹു തആല പറഞ്ഞ കൽപ്പന? അല്ലാഹുവിന്റെ കൽപ്പന എന്താണ്? പടച്ചവന്റെ വിധിവിലക്കുകൾ എന്താണ്? അവൻ ജനങ്ങളോട് പറഞ്ഞത്, വിവാഹം കഴിക്കുന്ന പുരുഷന്മാരെ, വിവാഹം കഴിക്കുന്ന ദമ്പതികളെ, സഹോദരന്മാരെ, യുവാക്കളെ, നിങ്ങളോട് പടച്ചവൻ പറയുന്നത് എന്താണ്? മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. രണ്ട് കാര്യമാണ് അല്ലാഹു നിന്നോട് വെക്കുന്നത്, നിന്റെ മുന്നിൽ വെക്കുന്നത്. നല്ല രണ്ട് കാര്യമാണ്. പെണ്ണിന്റെ ബാപ്പയുടെ കൈക്ക് പിടിച്ചിട്ട് ചെറുക്ക, കൂസലില്ലാതെ ഉസ്താദ് പറഞ്ഞു തരുന്നത് നീ അങ്ങനെ ഏറ്റുപറയണ്ട. അതിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കാതെ നീ പറഞ്ഞു പോയാൽ നീ ഈ കരാറ് ചെയ്യുന്നത് അല്ലാഹുവുമായിട്ടാണ്, ജമാഅത്ത് കമ്മിറ്റിക്കാരുമായിട്ടല്ല, ഉസ്താദുമായിട്ടല്ല. പെണ്ണിന്റെ പിതാവിന്റെ കൈക്ക് പിടിച്ച് നീ ചെയ്യുന്ന ആ കരാർ ജഗന്നിയന്താവായ തമ്പുരാനുമായുള്ള കരാറാണ്. ആ കരാർ നീ പാലിക്കപ്പെട്ടില്ല എങ്കിൽ ദുനിയാവിൽ മാത്രമല്ല പ്രത്യുത പരലോകത്തും നീ വഷളായി പോകും, നീ നിന്ദനായി പോകും, പരിഹസിക്കപ്പെടും, നീ വളരെ മോശക്കാരനായി നരകത്തിന്റെ അഗ്നികുണ്ഡാരത്തിലേക്ക് നീ വലിച്ചെറിയപ്പെടും. അതുകൊണ്ട് എന്താണ് പറഞ്ഞു തരുന്നത്? അള്ളാഹുവിന്റെ കൽപ്പനയെ മാനിച്ചുകൊണ്ട് എന്റെ പെണ്ണിനെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരുന്നു. മിൻ ഇംസാകിൻ ബിമഅറൂഫ്, നല്ല നിലയിൽ എന്റെ മകളെ നീ പോറ്റിക്കൊള്ളാം എന്ന നിന്റെ വാക്കിനെ ഞാൻ മാനിച്ചുകൊണ്ട്. ഇംസാകിൻ ബിമഅറൂഫ്, ഓ തലയൊക്കെ ആട്ടിട്ടങ്ങ് ഞാനങ്ങ് ഏറ്റു പറയല്ലേ, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നൊരു ഇടി ഏറ്റു പറയാ. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല സമീപനമായിരിക്കണം നിങ്ങൾക്ക് സ്ത്രീകളോട്. അവരോട് നല്ല നിലയിൽ നിങ്ങൾ പെരുമാറണം. അവളെ അടിക്കരുത്, വേദനിപ്പിക്കരുത്, പീഡിപ്പിക്കരുത്, തെറി പറയരുത്, അസഭ്യം പറയരുത്, മുഖത്തടിക്കരുത്. അവള് പാചകം ചെയ്തു തരുന്ന ആഹാരം നീ വലിച്ചെറിയരുത്, അവളെ നിന്ദിക്കരുത്, അവളെ നീ ഒരു കാരണവശാലും വെറുക്കരുത്. വെറുത്ത സംസാരം പാടില്ല എന്ന് പരിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ വചനങ്ങളിലും പഠിപ്പിക്കുന്നുവെങ്കിൽ അല്ലാഹു തആല പറയുന്നു, ഇതൊക്കെ ഒരു പെണ്ണിനോട് കാണിക്കേണ്ട ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം നീ നിറവേറ്റിക്കൊള്ളാം എന്ന അല്ലാഹുവിനോടുള്ള കരാറിനെ മാനിച്ചുകൊണ്ട് ഞാനിതാ നിനക്ക് എന്റെ മകളെ വിവാഹം ചെയ്തു തരുന്നു. അപ്പൊ ഇവൻ പറയെന്താ? ഖബിൽതു, ഞാൻ സ്വീകരിച്ചു. എന്നിട്ട് ഇവളെ കുനിച്ചിരുത്തി ഇടിക്കാവോ? ആരോടാ നീ കാണിക്കുന്ന തമ്മാടിത്തരം? അള്ളാഹുവിനോടാണ് നീ കാണിക്കുന്ന വഞ്ചന. ഈ പെണ്ണിനോടല്ല, പെണ്ണിന്റെ ബാപ്പയോടല്ല, അള്ളാഹുമായുള്ള കരാറാണ് നീ പൊട്ടിച്ചു കളഞ്ഞത്. ഈ കരാർ അള്ളാഹു എല്ലാ പ്രവാചകന്മാരിൽ നിന്ന് പോലും എടുത്തിട്ടുണ്ട്. ميثاقهم ومنك ومن نوح وإبراهيم وموسى وعيسى
عيسى بن مريم وأخذنا منهم ميثاقا غليظا. നബിതങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരിൽ നിന്നെല്ലാം ഞാൻ കരാറ് വാങ്ങിയിട്ടുണ്ട്. എന്റെ ഈ ദീൻ, എന്റെ ഈ സത്യസന്ദേശം ലോകത്തിന്റെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ അതിന്റെ യഥാവിധി പ്രകാരം ഞാൻ മാനിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈ പ്രബോധനം ഞാൻ നടത്തിക്കൊണ്ട് ജനങ്ങളെയെല്ലാം അള്ളാഹുവിലേക്ക് അടുപ്പിക്കാം എന്ന ആ ഒരു വാഗ്ദാനമുണ്ടല്ലോ, അത് സ്വീകരിക്കാമെന്ന പ്രതിജ്ഞ എല്ലാ പ്രവാചകന്മാരിൽ നിന്നും ഞാൻ എടുത്തിട്ടുണ്ട്. വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീളാ. സുശക്തമായ കരാറാണ് പ്രവാചകന്മാരിൽ നിന്ന് നാം വാങ്ങിയിട്ടുള്ളതെങ്കിൽ സ്ത്രീ സമൂഹം, പുരുഷന്മാരെ, നിങ്ങളോട് നിക്കാഹിന്റെ വേദിയിൽ വെച്ച് കൈപിടിച്ചു വാങ്ങുന്നത് സുശക്തമായ കരാറ് തന്നെയാണ്. അതേ അല്ലാഹു തആല പ്രവാചകന്മാരോട് പറഞ്ഞ അതേ വാക്ക് മീസാഖൻ ഗലീളാ. അവിടെയും വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ. സുശക്തമായ കരാറാണത്. എന്താണ് ആ കരാറ്? പെണ്ണിനെ നല്ല നിലയിൽ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. അതാണ് കരാറ്. അത് പാലിച്ചില്ല എങ്കിൽ ഇടി. പാലിക്കാത്തവന്റെ ശിക്ഷ എന്താ? അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹ് മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർള് ഉലൈക ഹുമുൽ ഖാസിറൂൻ. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജീവിതം നയിച്ചു കൊള്ളാമെന്നും അകന്നുപോയ കുടുംബങ്ങളെ അടുപ്പിച്ചു കൊള്ളാമെന്നും സഹവർത്തിത്വവും സാഹോദര്യവും നിലനിർത്തിക്കൊള്ളാമെന്നും എല്ലാവിധ ഹറാമുകളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും എല്ലാ ജനങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പൂർണ്ണമായി മാനിച്ചു കൊള്ളാമെന്നും വിശിഷ്യ നിക്കാഹിന്റെ സദസ്സിൽ ഒരു പെണ്ണിന്റെ വാപ്പയുടെ കൈക്ക് പിടിച്ച് നീ ഏറ്റെടുക്കുന്ന ആ ഒരു പ്രതിജ്ഞ പരിപൂർണമായി അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് നിറവേറ്റിക്കൊള്ളാമെന്നും ഞാനെടുത്ത ഈ കരാറിനെ ഉടച്ചു കളഞ്ഞാൽ, പാലിക്കപ്പെടാതെ വന്നു പോയാൽ ഉലൈക ഹുമുൽ ഖാസിറൂൻ. അവൻ ദുനിയാവിലും ആഖിറത്തിലും തീരാ നഷ്ടവാളിയാണ്, വഞ്ചകനാണ്, നയവഞ്ചകനാണ് അവന് നരകമാണ് ശിക്ഷ. അവൻ നിന്ദ്യനായിരിക്കും. ജനകോടികളുടെ മുന്നിൽ ഈ പാവപ്പെട്ട പെണ്ണിനെ പീഡിപ്പിച്ചതിന്റെ പേരിൽ, സ്ത്രീധന പീഡനത്തിന്റെ പേരിലും ശാരീരിക പീഡനത്തിന്റെ പേരിലും ഈ പെണ്ണിനെ പീഡിപ്പിച്ച മുസ്ലിം സഹോദര, ജനങ്ങളുടെ മുന്നിൽ പടച്ച തമ്പുരാൻ നിന്നെ നിന്ദിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ അല്ലാഹു നമ്മളെ തെര്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നല്ല നിലയിൽ പെണ്ണുമായി ഞാൻ ബന്ധപ്പെട്ടുകൊള്ളാം, ജീവിച്ചു കൊള്ളാം, അവളെ സംരക്ഷിച്ചു കൊള്ളാം എന്ന കരാറാണ് നിക്കാഹിന്റെ സദസ്സിൽ നീ വാങ്ങുന്നത്. തൊട്ട് അടുത്ത പിന്നാലെ രണ്ടാമത് അല്ലാഹു പറയുന്നു ഔ തസ്രീഇൻ ബിഹ്സാൻ. ചില പെണ്ണുങ്ങളൊക്കെ അനുസരണശീലമില്ലാത്തവരായിരിക്കും. കല്യാണം കഴിച്ചു, നല്ല സ്വഭാവമായിരുന്നു, അവളുടെ സ്വഭാവ മഹിമ കണ്ടുകൊണ്ട് ഞാൻ വിവാഹം കഴിച്ചതാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞ് നാളുകൾ കുറേയായി, 1, 2, 3 മക്കളൊക്കെ ആയതിനു ശേഷം ഇവൾ എന്നെ അനുസരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി എങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു, അവളുമായി നിനക്ക് യോജിച്ചു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്, അവൾ നിന്നെ അനുസരിക്കാത്തവളാണ് എങ്കിൽ പരിശുദ്ധ ഇസ്ലാം 1, 2, 3 കാര്യം അവനെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആ ഒരു പരീക്ഷണം കൂടി നീ അവളോട് നടത്തണം. അതല്ലാതെ കണ്ട് പെട്ടെന്ന് എടുത്ത മാട്ടിൽ തലാക്കല്ലി 1, 2, 3 കൂടെ ഒരുമിച്ച് ഒറ്റയടിക്ക് ഒറ്റ ശ്വാസത്തെ ഞാൻ ചൊല്ലി എന്ന് പറഞ്ഞ് അവളുടെ മുന്നിൽ അവളെ ഭയപ്പെടുത്തിക്കൊണ്ട് നിന്ദിച്ചുകൊണ്ടുള്ള വാക്ക് നിന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. ഭാര്യമാരാണ്, ചിലപ്പോ ഒക്കെ ന്യൂനതകൾ സംഭവിച്ചേക്കാം, ചിലപ്പോ അല്ല, ഭൂരിഭാഗവും സംഭവിക്കും. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോലെ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. എന്തിനാ അവർ ഈ ചൂടാവുന്നത്? നമുക്ക് അനർഹമായ പല ജോലികളും അവർ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. പാത്രം കഴുകേണ്ട ജോലി ആരുടെ? അവളുടെ ജോലിയാ. വസ്ത്രം കഴുകിത്തരേണ്ട ജോലി ആരുടെ ജോലിയാണ്? അവളുടെ ജോലിയാ. പാചകം ചെയ്തു തരേണ്ട ജോലി ആരുടെ ജോലി? അവളുടെ ജോലിയാ. ബെഡ് വിരിച്ച് വൃത്തിയാക്കി തൂർത്തുടച്ചിക്ക വന്ന് കടന്ന് വളരെ സന്തോഷത്തോടുകൂടി ആനയിക്കല്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, നമുക്ക് അനർഹമായ പല ജോലികളും ഇവര് നമുക്ക് ചെയ്തു തരുന്നുണ്ട്.
പല ജോലികളും ഇവർ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മാനിച്ചുകൊണ്ട് ഈ പെണ്ണിനോടുള്ള കടപ്പാടും ഉത്തരവാദിത്വവും നാം നിറവേറ്റിയിരിക്കണം. അപ്പോ നമുക്ക് അനർഹമായത് പലതും ചെയ്തു തരുന്നതാണ് നമ്മുടെ ഭാര്യമാർ. ഇനി അനുസരണക്കേട് കാണിക്കുന്ന ഭാര്യയാണെങ്കിൽ എന്ത് ചെയ്യണം? വല്ലതീ തഖാഫൂന നുശൂസഹുൻ ഫഇളൂൻ വഹ്ജുറൂഹുൻ ഫിൽ മളാജിഅ വളിരിബൂഹുൻ فإن أطعنكم فلا تبغوا عليهن سبيلا واللاتي تخافون نشوزهن. നിന്റെ ഭാര്യമാരിൽ നിന്ന് നീ അനുസരണക്കേടിനെ നീ ഭയപ്പെട്ടാൽ, ചില പെണ്ണുങ്ങളുടെ സ്വഭാവം ഭാര്യമാരുടെ സ്വഭാവം ഇഷ്ടപ്പെടാതെ വന്നാൽ, ആ അനുസരണക്കേടിനെ നീ ഭയപ്പെട്ടാൽ എന്തായിരിക്കണം നിന്റെ സമീപനം ആ ഭാര്യയോട്? ആദ്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നു, അവൾക്ക് നീ നല്ല ഉപദേശം നൽകണം. ഒന്ന് നമ്മുടെ അടുത്തൊന്ന് ചൂടായി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു പോയി, എടുത്ത പടിയിൽ അങ്ങോട്ട് ചാടി അടിയും കൊടുത്ത് എന്റെ വീട്ടിൽ പോയി എനിക്ക് ഇനി വേണ്ട, എന്നെ ഒടുക്കത്തെ തലാക്കല്ലേ ഇരിക്കുന്നു എന്നും പറഞ്ഞ് നമ്മൾ ഒറ്റയടിക്ക് അങ്ങോട്ട് തലാക്ക് ചെല്ലണ്ട. ഉപദേശിക്കണം. ചില പെണ്ണുങ്ങളാണ് നിന്റെയും മുറുമുറുപ്പൊക്കെ കാരണം ചില സമയത്ത് അങ്ങ് ദേഷ്യപ്പെട്ടു, എത്രത്തോളം സ്നേഹമാണെങ്കിലും, കാരണം നമ്മൾ അത്രത്തോളം പീഡനങ്ങളാണ് അവരോട് കാണിക്കുന്നത്. പിന്നെ അവരെടുത്ത് പോയിട്ട് ഇങ്ങനെ ചൊറിഞ്ഞിരിക്കാൻ പാടുണ്ടോ? അതാണ് അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നത്, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിനതൻ ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ വറളിയ മിൻഹാ ആഖർ. നിങ്ങൾ ആരും നിങ്ങളുടെ ഭാര്യമാരോട് ചൊറിഞ്ഞ വർത്താനം പറയരുത്. ഫറക്കാന്ന് പറഞ്ഞാൽ ചൊറിഞ്ഞു തന്നെയാണ് എന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു മോനങ്കൽ, ഇങ്ങേർക്ക് ഒരു ജോലിയില്ല, ഇങ്ങനെ മോനങ്കൽ തന്നെ വന്നിരുന്നു. ഇങ്ങേർക്ക് എന്തെല്ലാം ബിരിയാണിക്ക് വേണമെങ്കിൽ ബിരിയാണി വെച്ചു കൊടുത്ത്, മട്ടൻ ചാപ്സ് വെച്ചു കൊടുത്ത്, കോഴിയെ ഫ്രൈ ചെയ്ത് കൊടുത്ത്, ചമ്മന്തി രസം വേണമെന്ന് അതും വെച്ച് കൊടുത്ത്, പിന്നെയും മുനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇങ്ങേർക്ക് പിന്നെ എന്താ വെച്ച് കൊടുക്കേണ്ടത്? അപ്പൊ അതുകൊണ്ട് അവരെ നമ്മൾ സമാധാനിപ്പിക്കണം, സന്തോഷിപ്പിക്കണം. അവരിത്രയൊക്കെ നമുക്ക് ചെയ്തു തരുമ്പോ അവരെടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരുന്ന് മുനങ്ങിയ വർത്താനം പറയാൻ അവർക്ക് ഇഷ്ടപ്പെടുവോ? ഇനി അങ്ങനെ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? മോളെ സബീന, ഡേ ഞാൻ നിന്റെ ഭർത്താവല്ലടേ, നീ എന്തിനാടെ എന്നോടൊക്കെ ഇങ്ങനെ ചൂടാവുന്നത്? ഉപദേശം. ഇച്ചിരി ജിലേബിയും ലഡുവും ഒക്കെ മേടിച്ചു കൊടുത്താൽ ഇഷ്ടപ്പെട്ടൊക്കെ നൈറ്റിയൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്തിട്ട് പറയണം, ഓ അമ്പോ ഹൂകമം കാക്ക മലന്ന് പറക്കും. ആ മോളിൽ പോയി നോക്കിയാൽ മതി, കാക്കയുടെ മോളിൽ പോയി നോക്കിയാൽ കാക്ക മലന്ന് പറക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇങ്ങനെയൊക്കെ നമ്മളെ കളിയാക്കിയിട്ടൊക്കെ പറയും. അപ്പൊ നമ്മളവിടെ ഉപദേശിക്കണം. ഇല്ല, ഉപദേശം നൽകി, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, എന്റെ ഭർത്താവല്ലേ, ഞാൻ എന്ത് കഷ്ടപ്പെട്ട ഞാൻ രാവിലെ MIT ഒക്കെ ആയിട്ട് എത്ര വെയിൽ കൊണ്ടുപോകുന്നു, എവിടെല്ലാം കറങ്ങിയിട്ടാണ് നിനക്ക് ഞാൻ ഈ ഒരു ആഹാരം മേടിച്ചുകൊണ്ട് തരുന്നത്, എന്നിട്ട് നീ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയാണോ? നീ അതുകൊണ്ട് എന്നെ ഇങ്ങനെയൊക്കെ പറയല്ലേ. നല്ല ഉപദേശം, നല്ല ഉപദേശം. ചിലപ്പോൾ അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കും, ശരിയാ, എൻ്റെ ഇക്കായെ ഞാൻ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നു, എൻ്റെ ഇക്ക മരിച്ചുപോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മക്കൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മളതൊന്നും പറയാൻ പാടില്ല. നമ്മുടെ ഭാഗത്ത് എന്ന് പറയുന്ന ഏറ്റവും വലിയ തെറ്റാണത്. പെണ്ണ് സ്വീകരിക്കട്ടെ, പെണ്ണ് മനസ്സിലാക്കട്ടെ. ശരിയായില്ല, 2-3 ദിവസമൊക്കെ കളിക്കളിയാറായി, പിന്നെ ഉപദേശിച്ചു നോക്കി, കബൂലാവുന്നില്ല. പിന്നെയും കുഴല് സുന്ദരിപ്പിനകത്ത് വെച്ചാല് എങ്ങനെയാണോ അതുപോലെ തന്നെ കിടക്കയിൽ നിന്ന് മാറിക്കിടക്കണം. കിടക്കയിൽ നിന്ന് മാറിക്കിടക്കണം. വീട്ടിൽ വെച്ച് എന്നെ മിണ്ടാതിരിക്കണം. വീട്ടിൽ വെളിയിറങ്ങി പോകുമ്പോ മിണ്ടിട്ടേ പോകാവേ. ചിലപ്പോ മിണ്ടാതെ ഇറങ്ങിപ്പോകുന്ന വഴിയിലെങ്ങാനും വണ്ടി ഇടിച്ച് മരിച്ചു പോയാൽ അല്ലാഹ് കാക്കട്ടെ, ഭാര്യയുമായി ഭർത്താവുമായി ബന്ധമില്ലാതെ മിണ്ടാട്ടമില്ലാതെ ഉരിയാട്ടമില്ലാതെ മരണപ്പെട്ടു പോയാൽ അവർ നരകത്തിലാണ്. ഒരു ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ ആ ഭർത്താവിനെ കൊണ്ട് പൊരുത്തപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ നരകത്തിലാണ്. ഒരു ഭാര്യ മരിക്കുമ്പോൾ ആ ഭാര്യയ്ക്ക് ഭർത്താവുമായി ഒരു പൊരുത്തക്കേടുണ്ടായി എങ്കിൽ അവൾ നരകത്തിലാണ്, അവൻ നരകത്തിലാണ്. അതുകൊണ്ട് രണ്ടുപേരും നരകത്തിന്റെ അവകാശികളാകാൻ പാടില്ല. വീട്ടിൽ വെച്ച് തന്നെ നിങ്ങൾ മിണ്ടാതിരുന്നോ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ സലാം ചൊല്ലി പുറത്തേക്ക് പോയിക്കോ. കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റൂല, കാരണം ഇവളുടെ പീഡനം അത്രത്തോളായിരുന്നു. അടിയുടെ ഊക്ക് ഭയങ്കരമായിപ്പോയി. ഒരൊറ്റ ഒരെണ്ണം വെച്ചിങ്ങി തന്ന്, പക്ഷെ അടി ഭയങ്കരമായിപ്പോയി. അപ്പൊ അതുകൊണ്ട് മിണ്ടാൻ തോന്നില്ല. എങ്കിലും ഇറങ്ങി പോകുമ്പോ അസ്സലാമു അലൈക്കും സലാം പറഞ്ഞിട്ട് പോയാലേ അൽഹംദുലില്ലാ, അപ്പൊ മിണ്ടിയത് പോലൊക്കെ തന്നെ. നീ എങ്ങാനും പോയിട്ട് മരിച്ചു പോയാലോ? അപ്പൊ രണ്ടുകൂടെ തൃപ്തിയില്ലാത്ത അവസ്ഥയിൽ നീ മരണപ്പെട്ടു പോയി. അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ,
രണ്ടാമതായി വലാ തഹ്ജുറു ഇല്ലാ ഫിൽ ബൈത്ത്, വീട്ടിൽ വെച്ചിട്ടല്ലാതെ അവളുമായി വിട പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല, വിട്ടുപിരിയാൻ പാടില്ല. ഇങ്ങനെ രണ്ടാമത്തെ കാര്യം നീ ഒന്ന് ചെയ്ത് നോക്ക്. ഒരുമിച്ച് കിടക്കരുത്, ബെഡ്റൂമിൽ നിന്ന് മാറിക്കിടക്കണം അടുത്ത മുറിയിൽ. അല്പമെങ്കിലും നിന്നോട് സ്നേഹമുള്ള പെണ്ണാണ് എങ്കിൽ തീർച്ച ഇവൾ നിന്നെ തിരക്കി നീ കിടക്കുന്ന ഭാഗത്തേക്ക് വരും. 10-15 ദിവസം കിടന്നിട്ടും അവക്ക് സുഖം, ഇങ്ങോട്ടെങ്ങും തിരിഞ്ഞു നോക്കുന്നുമില്ല, നമ്മുടെ മുറിയിൽ അവള് കൊട്ടുന്നുമില്ല, അവള് ആള് ഇല്ലെത്തിയാന്ന് തോന്നല്ലോ എന്ന് മനസ്സിലാക്കിയ ഒരു പൊട്ടാസ് കൊടുക്കാം എന്ന് പറഞ്ഞാൽ മൂന്നാമത് ഒരടി എന്ന് പറയുമ്പോൾ പടച്ച തമ്പുരാനെ കയ്യിൽ തഴമ്പുള്ളവരെ വെച്ച് വീക്കുന്ന പോലെ വീക്കിയേക്കല്ലേ, എന്നാ പിന്നെ ഒന്നും അതിന് കാണൂല, കഷ്ടം. അത് കൊള്ളാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. പിന്നെ ഇവത്തുങ്ങളുടെ ഈ വായിന്ന് വരുന്നത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യാനാ എന്ന് 32 നേതാക്കന്മാരെ ഒറ്റ അടിക്കകത്താക്കളെ ആ നിലയ്ക്കുള്ള അടിയാണ്. അങ്ങനെ അടിക്കല്ലേ പെണ്ണിനെ അടിക്കല്ലേ. ഗൈറ മുബർരിഹ്, പൊട്ടാത്ത അടി അടിക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. പൊട്ടാത്ത അടി അടിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വെച്ചെടുക്കല്ല, അങ്ങനെ എന്താ എന്നാ ഇവിടെ അഹങ്കാരം കുറച്ചുകൂടെ കൂടും. ചില പണ്ഡിതന്മാർക്ക് പറയുന്നത് തുണി വെച്ച് അടിക്കണമെന്ന്. തുണിയൊക്കെ വെച്ചിട്ട് അടിച്ചിട്ട് ഇപ്പൊ എവിടെ നോവാനാ? ഞാൻ പറഞ്ഞ തുണി നനച്ചിട്ട് ഒരെണ്ണം കൊടുക്കണം, അപ്പൊ ഉഷാറായിരിക്കും. ഇനി നനച്ചിട്ട് കൊടുക്കണമെന്ന് വല്ലതും പറഞ്ഞത് നനവെന്നുള്ളത് മറന്നുപോയോ വിട്ടുപോയോ എന്നറിയില്ല. തുണി വെച്ചിട്ട് അങ്ങോട്ട് അടിച്ചാൽ എന്താ, പൊടി പോലും ഇന്ന് തുണി വെച്ച് അടിച്ചാൽ പോകില്ല. അപ്പൊ അതൊരു താക്കീത്. ചില പെണ്ണുങ്ങൾക്ക് 2 പൊട്ടീര് കൊടുക്കാതെ നന്നാവുകയില്ല. അത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലാന്റെ കാലഘട്ടത്തിൽ പോലും ഉമറിന്റെ ഭാര്യ പോലും ഉമറിനോട് കയർത്ത് സംസാരിക്കുമായിരുന്നു. കയർത്ത് സംസാരിക്കുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹിക്ക വയ്യാത്തൊരു കാര്യമാണ്. ഒരു ദിവസം ഇങ്ങനെ നീ ആരോടാടി കയർത്ത് സംസാരിക്കുന്ന അറിയോ? ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ഉമറിന്റെ ഭാര്യ പറഞ്ഞു, ഞാനിപ്പോ ഇങ്ങടുത്ത് കയർത്ത് സംസാരിക്കുന്ന വലിയ കാര്യം, പ്രവാചകന്റെ പത്നിമാര് പോലും കയർത്ത് സംസാരിക്കുന്നു. പിന്നെ അത് കേട്ടപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വല്ലാത്ത ഒപ്രാളായി പോയി. പ്രവാചക പത്നി ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖിന്റെ മകളും കൊണ്ട് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ നേരെ ഹഫ്സ റളിയല്ലാഹു തആല അടുക്കലേക്ക് പോയി. ഹഫ്സ, നീ പ്രവാചകനോട് കയർത്ത് സംസാരിക്കുമോ? ചിലപ്പോ ഞങ്ങൾ എന്തേലൊക്കെ ദേഷ്യം വരുമ്പോ എന്തേലൊക്കെ ഒന്ന് പറഞ്ഞു പോകും, പക്ഷെ വൈകിട്ടങ്ങ് സോൾവ് ആവും ഞങ്ങളങ്ങ്. ഇനി മേലിലെങ്ങാനും പ്രവാചകന്റെ മുഖത്ത് നോക്കി വല്ലത് നീ സംസാരിച്ചാൽ പിന്നെ ഉമറിന്റെ തനിനിറ നീ കാണും. ഇനി മേലിൽ ഹബീബിനോട് ഒരു കാര്യം നീ ചോദിച്ചു പോകരുത്. നിനക്ക് ഇഷ്ടമുള്ളത് സലീനി എന്നോട് നീ ചോദിക്ക്, ഞാൻ തരും. നിന്റെ വാപ്പയാണ് ഞാൻ, എനിക്ക് സ്വത്തുണ്ട്, ആ സ്വത്തിൽ നിന്ന് നിനക്ക് ഞാൻ തരും. നീ ഇനി മേലിൽ ഹബീബിന്റെ അടുക്കലേക്ക് പോയി ചൂടാവുകയോ ചോദിക്കുകയോ ചെയ്യരുത്. കണ്ട, ഇതാണ് വാപ്പമാരുടെ ഉത്തരവാദിത്തം. ഭർത്താവിന് നേരെ പെണ്ണ് വല്ല ചാട്ടവും നടത്തിയിട്ട് വീട്ടിൽ വന്നിട്ട് വാപ്പിച്ച അയാളെ എനിക്ക് ഇഷ്ടമല്ല, അയാളെ അടിക്കുന്നു ഇടിക്കുന്നു കുത്തുന്നു ഒക്കെ പറയുമ്പോ ഇയാൾ ഇവിടുന്ന് 5-6 വാടക ഗുണ്ടകളെയും കൊണ്ടുപോയി അയാളെ അടിക്കലല്ല വേണ്ടത്. പെണ്ണിന്റെ പിതാവ് മനസ്സിലാക്കണം, ആരുടെ ഭാഗത്തുനിന്ന് തെറ്റെന്ന് മനസ്സിലാക്കണം. ആദ്യം പെണ്ണിന്റെ പിതാവ് അവളെ വിളിച്ച് ഉപദേശിക്കണം, മോളെ കല്യാണമാണ്, ഞാനും പെണ്ണ് കെട്ടിയിട്ടൊക്കെയാ നീ വന്നത്, പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. അതല്ലാതെ സന്തോഷകരമായ ഒരു ജീവിതം ഇവിടെ ലോകത്ത് ആർക്കുമില്ല. പറഞ്ഞുകൊണ്ട് പ്രവാചക പത്നിമാര് പോലും തർക്കമുണ്ടായിട്ടുണ്ട്, അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോയ ചരിത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, നല്ല ഉപദേശം നൽകി കൊടുക്കണം പിതാവ്. അതല്ലാതെ മകള് വന്ന് നെഞ്ചത്തടിച്ചോണ്ട് 2 കരച്ചിൽ പറയുമ്പോഴത്തേക്ക് വാപ്പ ഇതും കേട്ടിട്ട് കുറെ വാടക ഗുണ്ടകളെയും കൊണ്ടുപോയി ആ ഭർത്താവിനെ അടിക്കലല്ല സംസ്കാരം. പെണ്ണിനെ ഉപദേശിക്കണം. ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിന്റെ കുറ്റവുമായിട്ട് പോയില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കുറ്റവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറയും, രാഷ്കു വന്നക, ഞാൻ എന്റെ വാപ്പാടത്തുങ്ങളെ കുറിച്ച് പറയും, നിങ്ങൾ എന്നോട് അത്രയ്ക്കും പീഡനങ്ങളാണല്ലോ കാണിച്ചു. ഒന്നുമില്ല, എന്തോ ഇത്തിരി കയർത്തൊന്ന് സംസാരിച്ചു. ചില സ്നേഹമുള്ള പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാർ എന്തെങ്കിലും ഒന്ന് കയർത്ത് സംസാരിക്കുമോ പിന്നെ കരച്ചിലാണ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ച മയ്യത്ത് നോക്കിയിട്ട് എങ്ങനെ കിടന്ന് കരയോ അതേപോലെ കരച്ചിലാണ്. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയി. അലി റളിയല്ലാഹു അൻഹു പതുക്കെ പിറകെ പോയി, എന്താ പറയുന്നതെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. പതുക്കെ പോയി ഒളിച്ചു നിന്നിട്ട് നബിയെ ഒപ്പിച്ച എന്നോട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നു, ഒപ്പിച്ച വല്ലാത്ത ചില സമയത്തൊക്കെ മുഖം കറുപ്പിച്ചിട്ടൊക്കെ സംസാരിക്കുന്നു, വാപ്പിച്ച എനിക്കൊരു വല്ലാത്ത പേടി പോലെ എന്നൊക്കെ ഇങ്ങനെ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളോട് അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്
കുറ്റം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട പ്രവാചകൻ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ തലോടിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് ഇരുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, വസ്മഈ, മോളെ നീ കേൾക്കണം, അത് നിന്റെ ഭർത്താവാണ്. ആ ഭർത്താവിനോട് നിനക്ക് ഒരുപാട് കടപ്പാടുണ്ട് മോളെ. ഒരു ഭർത്താവിന് നീ എത്രത്തോളം കടപ്പാടെന്ന് വെച്ചാൽ, ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ അല്ലാഹു അല്ലാതെ ഒരു മഖ്ലൂക്കിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഒരു അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ എല്ലാ സഹോദരിമാരോടും അവരുടെ ഭർത്താക്കന്മാർക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. അത്രത്തോളം ഉത്തരവാദിത്തമാണ് ഭർത്താക്കന്മാരോട് എല്ലാ ഭാര്യമാർക്കുമുള്ളത്. അതുകൊണ്ട് നിന്റെ ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് വല്ല ന്യൂനതകളും വന്നു പോയാൽ അതെല്ലാം ക്ഷമിക്കണം മോളെ ഫാത്തിമ, സഹിക്കണം മോളെ ഫാത്തിമ. ഭർത്താവിന്റെ മുഖത്ത് നോക്കി കയർത്ത് സംസാരിക്കല്ലേ ഫാത്തിമ. നല്ല ഉപദേശങ്ങൾ കുറെയൊക്കെ നൽകിയതിനു ശേഷം ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല പറഞ്ഞു, ഇല്ല വാപ്പ, ഇനി മേലിൽ ഇനി എന്ത് ചെയ്താലും ഞാൻ ഒന്നും പറയില്ല, ഞാൻ മിണ്ടൂല, ഞാൻ ബുദ്ധിമുട്ടിക്കൂല, ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോയി. അലി റളിയല്ലാഹു അൻഹു പിറകെ വന്നു ഫാത്തിമയുടെ അടുക്കലായിട്ട് വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ വാ ഇവിടെ, ഇനി മേലിൽ ഞാൻ നിന്നെ ഒന്നും പറയില്ല കേട്ടോ. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. നീ നമ്മളൊക്കെ ഒരു ചെറിയ തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നു പറഞ്ഞിട്ട് നീ അങ്ങനെ ഓടിപ്പോയിട്ട് ഈ പരാതിന്റെ വീട്ടിൽ കൂടി പറയേണ്ട കാര്യമുണ്ടോ? നീ മേലിൽ ഞാൻ ഒന്നും പറയില്ല. പാവം അറിയില്ലായിരുന്നു, അങ്ങനെ പറഞ്ഞുപോയി പക്വതക്കുറവ് കൊണ്ട്. അലി റളിയല്ലാഹു അൻഹു മാപ്പ് പോലെ ഫാത്തിമ ബിയുടെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഒന്നും നിന്നെ പറയുകയില്ല, നിന്നോട് ഞാൻ ദേഷ്യപ്പെടുകയില്ല. ഫാത്തിമ റളിയല്ലാഹു തആല പറഞ്ഞു, ഇല്ല, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ഇനി മേലിൽ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവുകയില്ല എന്നും മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ചില പെണ്ണുങ്ങൾ അടിച്ചാലും തൊട്ടാലൊക്കെ ഭയങ്കര പേടിയാ. ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ സ്ത്രീകളെ കയർത്ത് സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് ഇലാ ഹളറത്ത് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് വഇർനൻ നിസാഉ അലാ അസ്വാജിഹിൻ. നബിയേ, തങ്ങളുടെ ഭർത്താക്കന്മാരുടെ മേൽ തങ്ങളുടെ ഭാര്യമാർ കയർത്ത് സംസാരിക്കുന്ന നബിയേ, അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ അടിക്കാൻ അനുവാദം നൽകണം യാ റസൂലല്ലാഹ്. ഫറഖസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിളർബിഹിന്ന. സ്ത്രീകളെ അടിക്കാൻ അല്ലാഹു റസൂൽ അനുവാദം നൽകി. പക്ഷേ അടിയങ്ങ് കൂടിപ്പോയി, ഗതിയില്ലാത്തടിയായി പോയി. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ സമയം പാതിരാ സമയത്ത് തിരിച്ചു വരുമ്പോൾ ലഖദ് താഫ ബി ആലി ബൈത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉൻ കസീറുൻ യഷ്കൂന അസ്വാജഹുൻ. ബഹുമാനപ്പെട്ട ആയിഷ ബീവി മാത്രമാണ് വീട്ടിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തേക്ക് പോയി. മടങ്ങി വന്നപ്പോൾ റസൂലുള്ളാഹിന്റെ വീടിന്റെ ഉമ്മറപ്പടി മുഴുവനും സ്ത്രീകളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രവാചകൻ ആയിഷ ബീവിയോട് ചോദിച്ചു, എന്തേ ആയിഷ, ഈ സ്ത്രീകളെല്ലാം ഈ പാതിരാത്രി എന്റെ വീടിനെ വലയം ചെയ്തിരിക്കുന്നത്? ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇവരുടെ ഭർത്താക്കന്മാർ ഇവരെ അടിക്കുന്നു എന്ന പരാതി പറഞ്ഞുകൊണ്ട് ഈ പാതിരാ സമയത്ത് അങ്ങയുടെ വീടിനെ വലയം ചെയ്തിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പരസ്യമായി പ്രഖ്യാപിച്ചു, ഏ ഹിജാസിന്റെ ഉടമകളെ, ഹിജാസിന്റെ മക്കളെ, ലോകത്തെ മുസ്ലിം സഹോദര, നിങ്ങളാരും നിങ്ങളുടെ ഭാര്യമാരെ അടിക്കല്ലേ. അങ്ങനെ അടിക്കുന്നവൻ ലൈസ ഉലൈക ബിഖിയാരിഹിം, അവരിൽ നല്ലവരെ അല്ല, അവർ നികൃഷ്ടരാണ്, നെറികെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളാരും അടിക്കല്ലേ എന്ന് ആരംഭപ്പൂവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ആരും അടിക്കല്ല കേട്ടോ, നിങ്ങൾ ആരും അടിക്കല്ലേ. നബി തങ്ങൾ പറയാണ്, ഒരു രാത്രി 70ഓളം പെണ്ണുങ്ങളാണ് പരാതിയായിട്ട് വീട്ടിൽ വന്നത്. പാതിരാത്രി ഭർത്താക്കന്മാർ അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പരാതിയുമായി 70ഓളം പെണ്ണുങ്ങൾ, സ്ത്രീകൾ. ആലോചിച്ച് നോക്കി, എന്തായിരിക്കും അടിയപ്പോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യയോടുള്ള കടപ്പാടിന്റെ പേരിൽ വീണ്ടും പറഞ്ഞു, ലാ യജ്ലിദു അഹദുക്കും ഇംറാതഹു ജൽദൽ അബ്ദ്, അടിമയെ അടിക്കുന്നത് പോലെ നിങ്ങൾ ആരും നിങ്ങളുടെ ഭാര്യമാരെ അടിച്ചു പോകരുത്. സുമ്മ യുജാമിഉഹാ ഫീ ആഖിരിൽ ലൈൽ,
ഭാര്യയെ അടിച്ച് മൃഗീയമായ നിലയിൽ വേദനിപ്പിച്ച് വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ചവിട്ടി താഴ്ത്തിയിട്ട് അവന്റെ ശാരീരിക വികാരം പൂർത്തിയാക്കാൻ പാതിരാ കഴിഞ്ഞ സമയത്ത് വേദന കൊണ്ട് മല്ലിടുന്ന പെണ്ണിനെ പിടിച്ച് മലർത്തിക്കിടത്തി അവളുമായി ശാരീരിക ബന്ധം പുലർത്താൻ നാണമില്ലേ എന്ന് ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ആവശ്യത്തിന് അടിച്ചങ്ങോട്ട് ഒതുക്കിയിട്ട് പിന്നെ കൊണ്ടുപോയിട്ട് ശാരീരിക ബന്ധം പുലർത്താൻ നാണമില്ല. എനിക്ക് അടിക്കരുത് ഒരു ഭാര്യയെയും ഒരു പെണ്ണിനെയും. അങ്ങനെ നിനക്ക് നിന്റെ ഭാര്യയുമായി യോജിച്ചു പോകാൻ കഴിയില്ല എങ്കിൽ ഈ പീഡന മുറകളെല്ലാം ഒഴിവാക്കി ഇസ്ലാമിക വിധിപ്രകാരം മതപ്രകാരം നിയമനിർമ്മാണ പ്രകാരം തസ്രീഹിം ബിഇഹ്സാൻ നല്ല നിലയിൽ നീ അങ്ങോട്ട് ഒഴിവാക്കിയരെ, നല്ല നിലയിൽ ഒഴിവാക്കിയാലേ. അതല്ലാതെ പീഡിപ്പിക്കാനോ പരസ്യപ്പെടുത്തി നാട്ടുകാരെ മുഴുവൻ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, പോലീസ് സ്റ്റേഷൻ, SP ഓഫീസ്, രാജ്യത്തിന്റെ എല്ലാ ഓഫീസിലും ഈ പെണ്ണിനെയും കൊണ്ട് കയറിയിറങ്ങി വർഷങ്ങളായി 8 വർഷമായി ഇവിടെ എനിക്ക് ഒഴിവാക്കി തരാൻ പറഞ്ഞിട്ട് ആരും ഒഴിവാക്കി തരുന്നില്ല, എനിക്കൊരു പെണ്ണ് കെട്ടാനും പറ്റുന്നില്ല, ആകെ ഇടങ്ങേറുണ്ട് അവലും കഞ്ഞിന്നും പറഞ്ഞിട്ട് നാട്ടുകാരുടെ മുഴുവനും മുന്നിൽ, അന്യപുരുഷന്മാരുടെ മുഴുവനും മുന്നിൽ ഈ പെണ്ണിനെ പൊക്കിക്കൊണ്ട് നീ നടക്കരുത് എന്നർത്ഥം. യോജിക്കാൻ പറ്റൂലേ? ഉപദേശിച്ച് നോക്കുക, അടിച്ചു നോക്കുക, മാറി നോക്കുക. നടക്കൂല എങ്കിൽ പതുക്കെ ഇസ്ലാമിക നിയമപ്രകാരം ഖാദിമാരുടെ മുന്നിൽ പോയിട്ട് അവളെ അങ്ങോട്ട് നല്ല നിലയിൽ തസ്രീഹും ബിഇഹ്സാൻ, നല്ല നിലയിൽ അള്ളാഹും റസൂലും പറയുന്ന നിലയിൽ മാന്യമായ നിലയിൽ അവളെ നീ അങ്ങോട്ട് ഒഴിവാക്കുക. ഈ കരാറാണ് കല്യാണത്തിന്റെ ദിവസം പെണ്ണിന്റെ പിതാവിന്റെ കയ്യിൽ കൈവച്ചുകൊണ്ട് ചെറുപ്പക്കാരെ നിങ്ങൾ എടുക്കുന്ന കരാർ, ഈ കരാർ നിങ്ങൾ ഉടച്ചു കളഞ്ഞാൽ അള്ളാഹുവിന്റെ കോടതിയുടെ മുന്നിൽ നിന്ദ്യനായി തലകുനിച്ചു നിൽക്കേണ്ടി വരും. പടച്ചവൻ കാക്കട്ടെ. ഈ കരാറെല്ലാം പറഞ്ഞു പൂർത്തിയാക്കിയിട്ടാണ് അൽ ഫാത്തിഹ ഓതുന്നത്. ഫാത്തിഹായ ഒരു സാക്ഷ്യം. ഇതാണ് കല്യാണം. കല്യാണം കഴിഞ്ഞ മാത്രയിൽ രണ്ടാമതായി ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെറുക്കന്റെയും പെണ്ണിന്റെയും കൈക്ക് പിടിച്ച് മംഗളാശംസ നേരലാണ്. എന്താ മംഗളാശംസ? ഓരോ പാർട്ടിക്കാരും അവരുടെ പത്രങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ വായിക്കും മംഗളാശംസ. അത് കുറെ സാഹിത്യ വാക്കുകളൊക്കെ ചേർത്തുകൊണ്ട് മംഗളാശംസകൾ നേരുന്നു. ഇല്ല, ഒരു പെണ്ണിന്റെ കൈക്ക് പിടിച്ച് പെണ്ണുങ്ങൾ പറയട്ടെ, അയ്യുഹസ്സൗജാൻ ബാറകല്ലാഹു ലകുമാ വബാറക അലൈകുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വആഫിയ. നവവരന്റെ കൈക്ക് പിടിച്ച് സുഹൃത്തുക്കൾ പറയട്ടെ, കല്യാണത്തിന് വന്ന സഹോദരങ്ങൾ പറയട്ടെ, അയ്യുഹസ്സൗജാൻ ബാറകല്ലാഹു ലകുമാ വബാറക അലൈകുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വആഫിയ. അതാണ് ഉസ്താദുമാർ ഫാത്തിഹ ഓതി ദുആ ചെയ്യുമ്പോൾ 3 പ്രാവശ്യം പറയുന്നത്, അയ്യുഹസ്സൗജാൻ, ഓ നവവധൂവരനേ, ബാറകല്ലാഹു ലകുമാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അനുഗ്രഹം ചൊരിയട്ടെ. വബാറക അലൈകുമാ, നിങ്ങളുടെ ജീവിതത്തിലും അല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ. വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വആഫിയ, സന്തോഷകരമായ ജീവിതം നയിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് രണ്ടുപേർക്കും തുണ നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ. വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വആഫിയ, അതാ പറഞ്ഞത്. ഇതാണ് മംഗളാശംസ. എല്ലാവരുടെ കൈക്ക് പിടിച്ചും പറയണം. ഇത് ചെറുക്കന്മാരുടെ കൈക്ക് പിടിച്ച് കല്യാണത്തിൽ പങ്കെടുക്കുന്ന ഒരു ആള് പോലും പറയും നമ്മൾ കണ്ടില്ല. പിന്നെ പറയും കൈ കൊടുത്തിട്ട്, ഹായ് ഹായ് അളിയ, അങ്ങനെ ഉണ്ട്. ഇതല്ലേ പറയുള്ളൂ. കൈക്ക് പിടിക്കുക. പെണ്ണോ ആ സമയത്ത് അല്ലാ, പെണ്ണ് അവിടെ ഇരുന്നുണ്ട് കൺമശി, ഇവിടെ പന്നിക്കാട്ട മുള, ഇവിടെ ഇത്തിരി വിട്ടുപോയല്ലോ പന്നിക്കാട്ട, ഇത് ഇച്ചോട് ഇങ്ങോട്ട് ഇവിടെ കഷ്ടപ്പെട്ട് ദുആ ചെയ്യാ ഇവക്കും ഇവനും വേണ്ടിട്ട്. ഇപ്പൊ ഇവനൊരു കൂസലില്ലാതെ ഈ കൈയൊക്കെ ഇങ്ങനെ തൊടയുടെ മുകളിലിട്ട് വെച്ചിട്ട് കിടക്കുന്ന പറഞ്ഞ് ഞാൻ ആട്ടിക്കൊണ്ടിരിക്കല. ഉത്തരവാദിത്തം വേണ്ടേ? ആമീൻ പിടിക്കുമ്പോ നിനക്ക് വേണ്ടിയാ ഇത്രയും പേര് ആമീൻ പിടിക്കുന്നത്, ആമീൻ പറയുന്നത്, നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. എന്താണ്? ഇന്നലെ വരെ നീ ഏതോ കാടൻ ജീവിതം നയിച്ച് ഇന്ന് നീ ഒരു ഇസ്ലാമിക ജീവിതം നയിക്കാൻ വേണ്ടി കാലെടുത്ത് വെച്ചു. അങ്ങനെ നീ ഒരു ഭാര്യയും ഭർത്താവുമായി കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ എല്ലാവിധ ഖൈറും ബർക്കാത്തുകളും അല്ലാഹു ചൊരിഞ്ഞു തരുന്നതിന് വേണ്ടി ഞങ്ങൾ ഇത്രയും പേരെ സാക്ഷ്യപ്പെടുത്തി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ നീ കുറച്ച് കൈകളൊക്കെ ഉയർത്തി ഭവ്യതയോടുകൂടി അല്ലാഹുവിന്റെ മുന്നിൽ നെറ്റിയൊക്കെ ഒന്ന് കുനിച്ചുകൊണ്ട് നീ കരഞ്ഞുകൊണ്ട് ആമീൻ പറ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. നിങ്ങൾ കല്യാണ വീട്ടിൽ പോകുമ്പോ ഈ ചെറുക്കന്റെ കൈ ആമീൻ എവിടെ കൈ ഇരിക്കുന്നത് ഇനിയെങ്കിലും നോക്കോ.
ആർക്ക് വേണ്ടിയാ ദുആ ചെയ്യുന്നത്? നമുക്ക് വേണ്ടിയാ. ചങ്ങാതി നിനക്ക് വേണ്ടിയാ ദുആ ചെയ്യുന്നത്. നീ ഒന്ന് കാര്യമായിട്ട് ആമീൻ പറ. നീ കാര്യമായിട്ട് ആമീൻ പറയാതെ ഞങ്ങൾ മാത്രം പറഞ്ഞിട്ട് എന്താ കാര്യം? നീ കാര്യമായി ആമീൻ പറയാത്തത് കൊണ്ടാണ് കല്യാണം കഴിഞ്ഞ് 5-6 ദിവസം കഴിഞ്ഞിടം മുതൽ അടിയും വെള്ളപ്പൊക്കവും തുടങ്ങുന്നത്. കാര്യത്തിന് തുടക്കം അവിടുന്നാണ്. കാരണം ബർക്കത്ത് കിട്ടിയില്ല, ഖൈറായ നിലയിൽ അള്ളാഹു നിങ്ങളെ ഒരുമിപ്പിച്ചിട്ടില്ല. നീ ആമീൻ പറയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി ആമീൻ പറ. കൈകൾ ഉയർത്തി പിടിച്ച് പടച്ചവനെ തെറ്റായി പോയല്ലോ, ഞാൻ കഴിഞ്ഞ ജീവിതങ്ങൾ ചെയ്ത തെറ്റുകൾ എല്ലാം നീ മാപ്പാക്കി ഈ ഒരു നല്ല കുടുംബ ജീവിതം, അള്ളാഹുവെ ഭാസുരമായ ജീവിതം നിനക്ക് തൃപ്തിപ്പെട്ട നിലയിൽ അത് നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീക്ക് തരാൻ വേണ്ടി ആത്മാർത്ഥമായി ഒരു തുള്ളി കണ്ണുനീര് വീഴട്ടെ നിന്റെ കൈകളിലേക്ക്. അൽഹംദുലില്ലാ, ആ കുടുംബ ജീവിതം അള്ളാഹു ബർക്കത്തിലാക്കും. കല്യാണം കഴിഞ്ഞ ഉടനെ പെണ്ണെ, ചെറുക്ക, നിനക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഈ ദുആ ചെയ്തതിന് ശേഷം, മംഗളാശംസ കഴിഞ്ഞതിന് ശേഷം ആദ്യ രാത്രിയായി മണിയറയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ 2 റക്അത്ത് നീ ഒന്ന് സുന്നത്ത് നമസ്കരിക്കണേ. കൂടുതലൊന്നും വേണ്ട, 20 റക്അത്ത് തറാവീഹ് നമസ്കരിക്കാൻ നിൽക്കണ്ട, സമയമില്ലല്ലോ. എത്രയോ ദിവസം കൊണ്ട് 5ാം ക്ലാസ് മുതൽ പെണ്ണിനെ നോട്ടം വിട്ട് 10ാം ക്ലാസ് വരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് 12 വരെ നോട്ടം വിട്ട് 15ന്റെ അന്ന് കെട്ടിച്ചും തന്ന് ഇനി ഇവിടെ ഇരുന്ന് 20 റക്അത്ത് ഇവിടെ നിസ്കരിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമൊന്നും അല്ല. അത് ഇത്ര നാള് കൊണ്ട് നമ്മൾ ഓടിച്ചിട്ട് പിടിച്ച കല്യാണമായത്.